മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കലാരൂപമായ പാടകത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കണ്ണൂർ മൊറാഴ സ്വദേശി ദേവിക പ്രകാശ്. തുടർച്ചയായ 2ാം വർഷമാണ് കലോത്സവത്തിൽ വിജയം സ്വന്തമാക്കുന്നത്. പാടകം മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ കണ്ണൂർ സ്വദേശിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മോളുടെ പേര്? ദേവിക പ്രകാശ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? GHSS മൊറാഴ. എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയല്ലേ? എത്ര നാളായി പഠിക്കുന്നു? ഞാനൊരു 2 ആഴ്ച കൊണ്ട് പഠിച്ചെടുത്തതാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഈ കലോത്സവത്തിന് വേണ്ടി പഠിച്ചെടുത്തതാണ്. എങ്ങനെയാണ് ഈ ഒരു പാഠകം പഠിക്കണം എന്ന് തോന്നിയത്? അത് ഞാൻ ഇതിനു മുന്നേ ഈ സ്റ്റേറ്റില് സംസ്കൃത പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലും ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു വേഷത്തില് ഉള്ള കുട്ടികളെ വേറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കൊരു കൗതുകം തോന്നി എന്താണ് എന്നറിയാനും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ഒരു ഇത് പഠിക്കണം എന്നുള്ള ഒരു ഇതില്. അപ്പൊ അന്നൊന്നും എനിക്ക് ഒരു നല്ലൊരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ അടുത്താണ് എനിക്ക് കലാമണ്ഡലം ശ്രീനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുരുവിനെ എനിക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഒരു 2 വരി ഒന്ന് ചൊല്ലാം. അപ്പൊ അപർണായിട്ടുള്ള ആരും തന്നെ സേവിക്കില്ല എന്ന് പറഞ്ഞതോ അതും വളരെ സത്യമായിട്ടുള്ള കാര്യ. എന്താ അത്? ഉണ്ണി അർജുന കേന അപരേണ അർച്യതേ. എന്റെ എല്ലാ തത്വങ്ങളും അറിഞ്ഞ് ഭക്തിയോട് കൂടിയിട്ട് അപർണായിട്ടുള്ള ആരാ എന്നെ ഇങ്ങനെ സേവിക്കുക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ആർക്ക് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെ? പക്ഷെ ഭഗവാൻ പറഞ്ഞ സമയത്തിങ്കൽ അഹങ്കാരത്തിന്റെ ശക്തി കാരണം അർജുനൻ അത് കേൾക്ക മാത്രമേ ഉണ്ടായുള്ളൂ. അതിന്റെ അർത്ഥം ഗ്രഹിക്കാതെ കണ്ട് കോപിഷ്ഠനായിക്കൊണ്ട് കിരാതമൂർത്തിയോടുകൂടെ യുദ്ധത്തിനായിക്കൊണ്ട് പുറപ്പെടുകയും ചെയ്തു. ഇതാ ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീ പരമേശ്വരനോ അർജുനന്റെ ഉള്ളിലെ കോപത്തെ വർദ്ധിപ്പിക്കാനായിക്കൊണ്ട് ശിവനിന്ദാപരങ്ങളായിരിക്കുന്ന വാക്കുകളെ പറഞ്ഞത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. അത് ബുദ്ധിമുട്ടുണ്ടായോ പഠിച്ചെടുക്കാൻ? ഒരു 3 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. മോക്ക് ഇതിലേക്ക് താല്പര്യം വന്നപ്പോൾ പൂർണ്ണ പിന്തുണ തന്നെ ഉണ്ടായില്ല? നമ്മളെ അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. ഇത് കലോത്സവം വന്നു കണ്ടു, മോൾക്ക് എ ഗ്രേഡ് കിട്ടി. അതും വലിയ സന്തോഷം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, തിരുവനന്തപുരത്ത് പോയിരുന്നു. അത് എ ഗ്രേഡ് കിട്ടിയായിരുന്നു. സംസ്കൃത പ്രഭാഷണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. ജില്ലയിൽ മോണാക്ട്, സംസ്കൃത പ്രഭാഷണം, മലയാളം പ്രസംഗം, പാഠകം ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത 2 വർഷവും സജീവമായി തന്നെ വേദിയിലുണ്ടാവും അല്ലേ? അതെ, പ്രസംഗത്തിലാണ്. പ്രഭാഷണത്തിൽ പോകുന്നതിൽ നിന്ന് അവർക്ക് ഈ പാഠകം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ട് അങ്ങനെ 8ാം ക്ലാസ്, ഇത് 8ാം ക്ലാസ് UP ക്ലാസ്സിലേക്കില്ല. 8ലും 9ലും 10ലും മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 10ാം ക്ലാസ്സിലേക്ക് ഇനിയിപ്പോൾ അവർക്ക് അവസരം ഇല്ലല്ലോ. +1 +2 ഈ പാഠക മത്സരം ഇല്ല. അപ്പം പിന്നെ അവർക്ക് ഭയങ്കര ആഗ്രഹം ഇത് അവതരിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് അവൾക്കൊരു സാറിനെ കിട്ടി. സാറ് പഠിപ്പിച്ചു. വളരെ പെട്ടെന്ന് പഠിപ്പിച്ചെടുത്തതാ. സബ് ജില്ലാ കലോത്സവത്തിന് ഒരു 10 ദിവസം മുന്നെയാണ് ഈ പാഠകം പഠിച്ചെടുത്തത്. അഖിലേന്ത്യാ സഹകരണ ഭാരവാഹത്തിൽ സ്റ്റേറ്റിൽ 2nd കിട്ടിയിട്ടുണ്ട് പ്രസംഗ മത്സരത്തിൽ. അങ്ങനെ ഒരു സകലകലാ വല്ലഭ തന്നെയാണ് ഈ നിൽക്കുന്നത്. എന്തായാലും അടുത്ത വർഷവും വേദികളിൽ സജീവമാകട്ടെ, എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.